ഹേ ഗൈസ്, പതിവ് പോലെ ഒരു പണിയുമില്ലാത്ത ഞാൻ വെളിയിൽ വന്നിരുന്ന് വഴിയെ പോകുന്ന ആൾക്കാരെയും വായി നോക്കി സൗന്ദര്യവും ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് വിശന്ന്. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. അവിടെ കണ്ട് മാംഗോസിൻ ഇരിക്കുന്നു. തലേന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടാണ് മാംഗോസിൻ. അതുകൊണ്ട് ഞാൻ നേരെ വെളിയിലേക്ക് വന്ന് തീറ്റി തുടങ്ങി. നല്ല എന്താ പറയുക, മധുരവും ഉണ്ടായിരുന്നു, ചെറിയൊരു പുളിപ്പും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മാംഗോസിൻ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് മാംഗോസിൻ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അതും തിന്നുകൊണ്ടിരുന്ന് വഴിയെ പോകുന്ന ആൾക്കാരെയും വായി നോക്കിയിരിക്കുമ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. എനിക്ക് എങ്ങനെയാണ് എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നും. അങ്ങനെ നേരെ ഞാൻ അടുക്കളയിലേക്ക് വിട്ടപ്പോൾ തലേന്ന് പുളി വെച്ച മാങ്ങ താണ്ടിയിരിക്കുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന മാങ്ങയും ഞാൻ വെളിയിൽ കൊണ്ടിരുന്ന് തിന്നാൻ തുടങ്ങി ഗൈസ്. ഇത് നല്ല മരമാണ് കേട്ടോ, നമ്മുടെ മാവിൽ തന്നെ ഉണ്ടാകുന്ന മാങ്ങയാണ്. നല്ല മരമാണ് ഗൈസ്. അപ്പം അതും തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേറെ ഒരു പണിയില്ല, ഞാൻ ചുമ്മാതിരിക്കുകയാണ്. അപ്പം നല്ല മരമാണ് ഗൈസ് ആ മാങ്ങയ്ക്ക്. എൻ്റെ മാങ്ങാത്തീറ്റ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ആണ്ട് ഇടിയും മഴയും നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മേളിൽ അലക്കിയിട്ട് തുണിയുടെ കാര്യം ആലോചിക്കുന്നത്. വേഗം ഞാൻ ആ തുണി എടുക്കാനായിട്ട് മേളിലേക്ക് ഓടി. ഇതാ നമ്മുടെ തുണി, ഇതാണ് നമ്മുടെ തുണി കേട്ടോ. അങ്ങനെ ഞാൻ തുണി പറക്കുകയാണ് ഗൈസ്. അങ്ങനെ തുണി പറക്കിയിട്ട് താഴോട്ട് വന്നപ്പോഴാണ് ഇത് നമ്മുടെ ആൻസി പൂച്ച കണ്ടത്. ഇവിടെ പേര് ആൻസി എന്നാണ് കേട്ടോ. ഇവിടെ പെൺപൂച്ച ആയതുകൊണ്ടാണ് ഞങ്ങൾ ആൻസി എന്നിട്ടത്. അങ്ങനെ ആൻസി പൂച്ച കണ്ട് കുറച്ച് നേരം അങ്ങനെ അവളെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ.